പണ്ടുകാലത്ത് നമ്മുടെ ലോകത്തിൽ എല്ലാത്തരം നിധികളുടെയും സ്വർണത്തിന്റെയും പണത്തിന്റെയും എല്ലാം ഒരു സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു, കുബേരൻ. കുബേരനാണ് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിന്റെയും ദൈവം. അദ്ദേഹത്തിന്റെ കയ്യിലാണ് എല്ലാ നിധികളുടെയും താക്കോലുകൾ ഇരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. കുബേരൻ താമസിക്കുന്നത് അളകാപുരി എന്ന മനോഹരമായ നഗരത്തിലാണ്. ഈ നഗരം സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും നിർമ്മിച്ചതാണത്രേ. അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കുബേരൻ വളരെ ആഡംബരത്തോടെയാണ് അവിടെ ജീവിച്ചിരുന്നത്. കുബേരന് തടിച്ച ഒരു ശരീരവും വലിയൊരു വയറുമുണ്ട്. അദ്ദേഹം ആഭരണങ്ങൾ ധരിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു നിധിയുടെ കുടം കാണും. ചിലപ്പോൾ അദ്ദേഹം ഒരു നരിയുടെ പുറത്തിരിക്കുന്നതായും ചിത്രീകരിക്കാറുണ്ട്. കുബേരൻ വിഷ്ണു ഭഗവാന്റെ അടുത്ത സുഹൃത്താണ്. ലക്ഷ്മി ദേവിയാണ് സമ്പത്തിന്റെ പ്രധാന ദേവിയെങ്കിലും ആ സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് കുബേരനാണ് എന്നാണ് വിശ്വാസം. കുബേരന് അഹങ്കാരം കൂടുതലായിരുന്നു എന്ന് പറയപ്പെടുന്നു. തന്റെ സമ്പത്ത് മറ്റുള്ളവരെ കാണിക്കാനും അവരെക്കാൾ താനാണ് വലിയ ധനികൻ എന്ന് സ്ഥാപിക്കാനും കുബേരനെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ കുബേരൻ ശിവനെയും പാർവതി ദേവിയെയും തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. കുബേരന്റെ ലക്ഷ്യം തന്റെ സമ്പത്ത് അവരെ കാണിക്കുക എന്നതായിരുന്നു എന്ന് ശിവന് മനസ്സിലായി. ശിവൻ കുബേരന്റെ അഹങ്കാരം പഠിപ്പിക്കാൻ ഒരു പദ്ധതിയിട്ടു. ശിവൻ കുബേരനോട് പറഞ്ഞു, ഞാൻ വരില്ല, പക്ഷേ എന്റെ മകൻ ഗണപതി നിന്റെ ക്ഷണം സ്വീകരിക്കും. കുബേരൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഗണപതി വന്നപ്പോൾ കുബേരൻ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പി. എന്നാൽ ഗണപതി ഒറ്റയടിക്ക് എല്ലാ ഭക്ഷണവും കഴിച്ചു. കൂടുതൽ ചോദിച്ചു. കുബേരൻ പരിഭ്രാന്തനായി. ഗണപതി കൊട്ടാരത്തിലെ പാത്രങ്ങളും കസേരകളും മേശകളും എല്ലാം കഴിക്കാൻ തുടങ്ങി. അവസാനം കുബേരൻ ഓടിപ്പോയി ശിവനോട് സഹായം ചോദിച്ചു. ശിവൻ പറഞ്ഞു, കുബേര, നീ സ്നേഹത്തോടെ ഒരു പീട്ടി അവൽ ഗണപതിക്ക് കൊടുക്കൂ. കുബേരൻ തിരികെ വന്ന് സ്നേഹത്തോടെ ഒരു പീട്ടി അവൽ ഗണപതിക്ക് നൽകിയപ്പോൾ ഗണപതിയുടെ വിശപ്പ് ശമിച്ചു. അപ്പോഴാണ് കുബേരന് മനസ്സിലായത്, സമ്പത്ത് എത്രയുണ്ടെങ്കിലും അഹങ്കാരം പാടില്ലെന്നും സ്നേഹമാണ് ഏറ്റവും വലുതെന്നും. കുബേരൻ വടക്ക് ദിക്കിന്റെ കാവൽക്കാരനാണ്. കച്ചവടം ചെയ്യുന്ന ആളുകളും ബിസിനസ്സുകാരുമെല്ലാം തങ്ങളുടെ കാര്യങ്ങളിൽ ഐശ്വര്യമുണ്ടാകാൻ കുബേരനെ പ്രാർത്ഥിക്കാറുണ്ട്. കുബേരന്റെ കഥ നമ്മെ പതിപ്പിക്കുന്നത് സമ്പത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ അതിൽ അഹങ്കരിക്കരുത് എന്നാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും ദയയോടെ പെരുമാറാനും നമ്മൾ പഠിക്കണം. അതുപോലെ അത്യാഗ്രഹം പാടില്ലെന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നും കുബേരന്റെ കഥ ഓർമ്മിപ്പിക്കുന്നു. ഗണപതിയുടെ കഥയിലൂടെ കുബേരൻ ഒരു നല്ല പാഠം പഠിച്ചു. അതുപോലെ നമ്മളും പഠിക്കണം. കുബേരൻ എല്ലാ നിധികളുടെയും സൂക്ഷിപ്പുകാരനായതുകൊണ്ട് ആരെങ്കിലും സത്യസന്ധമായി ജോലി ചെയ്ത് പണം സമ്പാദിച്ചാൽ കുബേരൻ അവരെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കുബേരന്റെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സമ്പത്ത് ഉണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും അഹങ്കാരം ഒഴിവാക്കാനും നിങ്ങൾ ഓർക്കുമല്ലോ. കുബേരൻ എല്ലാവർക്കും ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.